ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ICDS സൂപ്പർവൈസർ എക്സാമിന് ആവശ്യമായിട്ടുള്ള പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യയുടെ 4ാമത്തെ ക്ലാസ്സാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അതിൽ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പോഷൻ അഭിയാൻ എന്ന് പറയുന്ന സ്കീമാണ്. അതിൻ്റെ മറ്റൊരു പേര് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് 2018 മാർച്ച് 8-നാണ് ഈ ഒരു പ്രോഗ്രാം പോഷൻ അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് അല്ലെങ്കിൽ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് മനസ്സിലാവും ന്യൂട്രീഷൻ എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇതിൽ കൂടുതൽ ഫോക്കസ്. ഇറ്റ് ടാർഗറ്റ്സ് ടു റെഡ്യൂസ് സ്റ്റണ്ടിങ്, അണ്ടർ ന്യൂട്രീഷൻ, അനീമിയ ആൻഡ് ലോ birth weight by 2%, 2%, 3% and 2% per annum respectively. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ വർഷവും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ വളർച്ച മുരടിക്കുന്ന ഒരു അവസ്ഥ കുട്ടികളിൽ, പിന്നെ അണ്ടർ ന്യൂട്രീഷന്റെ കുറവ്, അനീമിയ ആ ഒരു അസുഖം, അത് ആർക്കൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? യങ് ചിൽഡ്രൻ, വിമൻ ആൻഡ് അഡോളസെന്റ് ഗേൾസ്. ഇവരിലൊക്കെ ഉള്ള അനീമിയ, പിന്നെ ജനിക്കുമ്പോഴുള്ള ഭാരക്കുറവ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര ശതമാനം വെച്ച് കുറയ്ക്കണം? സ്റ്റണ്ടിങ് 2% കുറയ്ക്കണം, അണ്ടർ ന്യൂട്രീഷനും 2% കുറയ്ക്കണം, അനീമിയ 3% കുറയ്ക്കണം, പിന്നെ ലോ ബർത്ത് വെയിറ്റ് 2% വെച്ച് ഓരോ വർഷം കുറച്ചു കൊണ്ടുവരണം എന്നാണ് പോഷൻ അഭിയാൻ അഥവാ നാഷണൽ ന്യൂട്രീഷൻ മിഷന്റെ എയിം ആയിട്ട് വരുന്നത്. ദ ടാർഗറ്റ് ഓഫ് ദ മിഷൻ ഈസ് ടു ബ്രിങ് down stunting among children in the age group of 0 to 6 years from 38.4% to 25% by 2022. അതായത് 2022 ആവുമ്പോഴേക്കും 2018 ഉണ്ടായിരുന്ന ഒരു സ്റ്റണ്ടിങ് റേറ്റ് 38.4% 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ. അപ്പൊ അത് 25% കുറയ്ക്കണം 2022 ആവുമ്പോഴേക്കും എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ ടാർഗറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത പോയിന്റ്, ഈ ഒരു പോഷൻ അഭിയാന്റെ അപ്പൊ 2022 ആകുമ്പോഴേക്കും ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാം പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോഷൻ 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് പിന്നെയും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് വേറെ പല ന്യൂട്രീഷൻ പ്രോഗ്രാംസിനെയും ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പോഷൻ 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഗ്രേഡഡ് ഫോർമാറ്റിലുള്ള പ്രോഗ്രാമായിട്ട് ഇതിനെ മാറ്റിയത്. ദ ഗവൺമെന്റ് ഹാസ് അമാൽഗമേറ്റഡ് various programs with similar objectives such as supplementary nutrition program and Poshan Abhiyan under one umbrella, Mission Poshan 2.0. അതായത് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട മറ്റ് പല പ്രോഗ്രാമുകൾ, എക്സാമ്പിള് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം, പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോഷൻ അഭിയാൻ, ഇതൊക്കെ കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് മിഷൻ പോഷൻ 2.0 എന്ന് പറയുന്ന പുതിയൊരു പ്രോഗ്രാമായിട്ട് അവർ ലോഞ്ച് ചെയ്യാണ്. launched during the budget for 2021-22 for integrated nutrition support. അപ്പോൾ 2021-22 ബഡ്ജറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഫോർ ക്രിയേറ്റിംഗ് സിനർജീസ് ഇൻ ഓപ്പറേഷൻ ആൻഡ് അഡോപ്റ്റിംഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ ന്യൂട്രീഷൻ സർവീസ് മെക്കാനിസം. അപ്പോൾ ന്യൂട്രീഷൻ സർവീസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നായിരുന്നു, ICDS CAS. ICDSന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാം. അത് CAS എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ ICDS സോഫ്റ്റ്വെയർ അവർ ഇതിനു വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടുള്ള ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യാനും ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ ഇതിന് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും ഇൻസെന്റീവ്സ് കിട്ടും എന്നുള്ളതുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് പോഷൻ 2.0. അത് പോഷൻ അഭിയാൻ എന്ന നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് PM പോഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി പോഷൻ സ്കീം. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകരുത്, അതുകൊണ്ടാണ് നമ്മളത് ഒരുമിച്ച് പറയണത്. നേരത്തെ പറഞ്ഞത് പോഷൻ അഭിയാൻ അഥവാ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ, അത് ഫോക്കസ് ചെയ്യുന്നത് ന്യൂട്രീഷനെയാണ്. ഇനി അടുത്തത് ഇപ്പൊ പറയാൻ പോകുന്നത് പ്രധാനമന്ത്രി പോഷൻ സ്കീമാണ്. ഈ ഒരു പദ്ധതി മുൻപ് അറിയപ്പെട്ടിരുന്നത് വേറെ പേരിലാണ്.
കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ പേര് പ്രധാനമന്ത്രി പോഷൻ സ്കീം എന്നാക്കിയത്. മുൻപ് അറിയപ്പെട്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. എന്താ? മിഡ് ഡേ മീൽ സ്കീം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഉച്ചഭക്ഷണ പദ്ധതി സ്കൂളുകളിലൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ആ പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതിനെ പിന്നീട് പേര് മാറ്റിയതാണ് എന്ത്? PM പോഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ദ മിഡ് ഡേ മീൽ സ്കീം under the Ministry of Education is a centrally sponsored scheme which was launched in 1995. 1995 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് ഏത്? മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. It is the world's largest school meal program aimed to attain the goal of universalization of primary education. അതായത് എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഏത്? ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. Provides cooked meals to every children within the age group of 6 to 14 years studying in class 1 to 8 who enrolls and attends the school. അതായത് ഈ ഒരു പ്രോഗ്രാമിൽ എന്താ ചെയ്യുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതായത് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കുക? കുക്ക്ഡ് മീല് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏത് പേരില? മിഡ് ഡേ മീൽ സ്കീം എന്നാണ്. ഇൻ 2021 ഇറ്റ് വാസ് റീനെയിംഡ് as പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ സ്കീം, അല്ലെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ പറയാം? PM പോഷൻ സ്കീം, ആൻഡ് ഈസ് ഓൾസോ കവേഴ്സ് സ്റ്റുഡൻസ് ഓഫ് ബാൽ വഡികാസ് ചിൽഡ്രൻസ് ഇൻ 3 to 5 ഏജ് ഗ്രൂപ്പ് ഫോർ പ്രീ പ്രൈമറി ക്ലാസ്സസ്. അപ്പൊ 2021 ഈ മിഡ് ഡേ മീൽ സ്കീമിന്റെ പേര് മാറ്റി എന്താക്കി? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ സ്കീം അഥവാ പോഷൻ സ്കീം എന്ന് മാറ്റി. അപ്പോൾ അതിൽ അവർ ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. അതായത് നമ്മുടെ അംഗനവാടികളിൽ വരുന്ന കുട്ടികൾ, 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും, അതായത് ഈ പ്രൈമറി ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾക്കും ഈ ഒരു സ്കീമിന്റെ കവറേജിൽ കൊണ്ടുവരാനായിട്ട് 2021 തീരുമാനിച്ചു. ഇപ്പൊ ഈ ഒരു സ്കീമിന്റെ ഉപകാരം എന്താണ്? അഡ്രസ്സസ് ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ, ഇൻക്രീസ് എൻറോൾമെന്റ് ആൻഡ് അറ്റൻഡൻസ് ഇൻ സ്കൂൾ, ഇംപ്രൂവ് സോഷ്യലൈസേഷൻ എമംഗ് കാസ്റ്റ്, പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽ സ്പെഷ്യലി ടു വിമൻ. അതായത് പ്രധാനമായിട്ട് ഇതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ്, മാൽന്യൂട്രീഷൻ, ഇതൊക്കെ പോഷകാഹാരക്കുറവ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ പണ്ടത്തെ കാലത്താണ് അത് കുറച്ചും കൂടി പ്രിവലന്റ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഭാഗത്തൊക്കെ ഇപ്പോഴും അത് ഹെൽപ്ഫുൾ ആണ്. അതായത് ഈ ഫുഡ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഈ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ എണ്ണം കൂട്ടാനായിട്ട്, അറ്റൻഡൻസ് കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ പല സ്ഥലങ്ങളിലും ഒരു ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ കുക്ക് ചെയ്ത മീല് വേറെ ജാതിയിൽപ്പെട്ട ആൾക്കാരും കുട്ടികളും കഴിക്കില്ല. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. അതായത് ആ ഒരു കാസ്റ്റിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സോഷ്യലൈസേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ ഈ ഒരു സ്കീം ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കിട്ടും, അല്ലെ? അതായത് കൂടുതൽ അത് വിമൺ ആയിരിക്കും, സ്ത്രീകളായിരിക്കും ഇത് കുക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ സ്ത്രീകൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു പദ്ധതി കൊണ്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് PM പോഷൻ സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ 2 സ്കീമും ക്ലിയർ ആക്കി വെക്കുക. രണ്ടും 2 എയിമാണുള്ളത്. ലോഞ്ച് ചെയ്ത ടൈമും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അത് രണ്ടും ഞാൻ ഒരുമിച്ച് പറഞ്ഞത്. ഓക്കെ, അടുത്ത പദ്ധതി വരുന്നത് പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന എന്ന് പറയുന്ന പദ്ധതിയാണ്. അത് മെയിനായിട്ട് നമ്മുടെ റൂറൽ ഇന്ത്യനെ ഫോക്കസ് ചെയ്യുന്നതാണ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഗ്രാമോദയ യോജന. അപ്പൊ ലോഞ്ച്ഡ് ഇൻ 2000, PMGY aims to empower rural India and bridge gap between urban and rural areas. അതായത് റൂറൽ ഇന്ത്യനെ ശാക്തീകരിച്ച് കൊണ്ടുവരിക, അതുവഴി പട്ടണവും ഗ്രാമവും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഗ്യാപ്പ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2000-ലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇറ്റ് ടാക്കിൾസ് ഇഷ്യൂസ് ലൈക്ക് പോവർട്ടി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ജോബ്സ്. പല മേഖലകളിൽ ഈ ഒരു പദ്ധതി പങ്കുവഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, ഏതൊക്കെ ഇഷ്യൂസിനെയാണ് അവർ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ദാരിദ്ര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിൽ, അങ്ങനെ പല മേഖലകളിലും ഈ ഒരു പദ്ധതി സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് മേക്കിംഗ് ഷുവർ ഡെവലപ്മെന്റ് റീച്ചസ് എവറി പാർട്ട് ഓഫ് ദ കൺട്രി. അതായത് സുസ്ഥിരമായിട്ടുള്ള വികസനം ഉണ്ടാക്കുക, അത് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും
എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഗ്രാമോദയ യോജനയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാം പോലും വിട്ടുപോരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അടുത്തത് വരുന്നത് സോളാർ ചർക്ക മിഷൻ എന്നുള്ളതാണ്. നോക്കാം. അത് ലോഞ്ച് ചെയ്യുന്നത് 2018 മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ആ ഒരു മിനിസ്ട്രിയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ്? എൻവിസേജസ് സെറ്റിംഗ് അപ്പ് ഓഫ് സോളാർ ചർക്ക clusters which will have 200 to 2042 beneficiaries, spinners, weavers, stitchers and other skilled artisans. It will also generate sustainable employment for artisans. അതായത് ഈ കരകൗശല വസ്തുവൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാർ, അത് പല രീതിയിലാവും. സ്പിന്നർമാരുണ്ടാവും, വീവേഴ്സ് ഉണ്ടാവും, സ്റ്റിച്ചിങ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല സ്കില്ലുള്ള ആർട്ടിസാൻസിന് എന്ത് കൊടുക്കുക? ഒരു സുസ്ഥിരമായിട്ട്, അതായത് സ്ഥിരമായിട്ടൊരു ജോലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടി അവർ എന്ത് ചെയ്യാണ്? സോളാർ ചർക്ക ക്ലസ്റ്റേഴ്സ് സെറ്റപ്പ് ചെയ്യും. അതിനകത്ത് 200 മുതൽ 2042 വരെ ഇങ്ങനെ പല ആർട്ടിസാൻസിന്റെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അവരുടെ ഒരു സെറ്റ് ഓഫ് ബെനിഫിഷ്യറീസ് അതിനകത്ത് ഉണ്ടാവും. ടു ബൂസ്റ്റ് റൂറൽ എക്കണോമി ആൻഡ് ഹെൽപ്പ് ഇൻ അറസ്റ്റിംഗ് മൈഗ്രേഷൻ ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നതുകൊണ്ട് എന്താ ഉപകാരം? ഈ ഒരു റൂറൽ എക്കണോമി അഥവാ ഗ്രാമപ്രദേശങ്ങളുടെ സമ്പദ് വ്യവസ്ഥ കുറച്ചും കൂടി ഇംപ്രൂവ് ആവും. അപ്പോൾ അവരുടെ നാട്ടിൽ തന്നെ ജോലി ഉണ്ടെങ്കിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പോവില്ല? പട്ടണങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക് ഒന്നും പോവില്ല. ആ മൈഗ്രേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. These solar charkas are to be operated using solar power, which is a renewable energy source. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സോളാർ ചർക്ക ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഇവർക്ക് സോളാർ ചർക്കാസ് കൊടുക്കും. അപ്പൊ ഈ സോളാർ ചർക്കകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക? സോളാർ പവർ വെച്ചിട്ട്. സോളാർ പവർ ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അപ്പൊ ഇത് എന്തിനെ സഹായിക്കും? അത് ഗ്രീൻ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് സഹായിക്കും. അതൊരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രോഗ്രാം ആയിട്ട് അപ്പൊ അത് മാറും. അപ്പോൾ ഒരു ക്ലസ്റ്ററിന്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു സോളാർ ചർക്ക ക്ലസ്റ്റർ ഉണ്ടാക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ക്ലസ്റ്ററിന് 9.60 കോടി വരെ മാക്സിമം സബ്സിഡി ഗവൺമെന്റ് കൊടുക്കും. എന്തിനു വേണ്ടി? അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും അല്ലെ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ സബ്സിഡി 9.60 crore വരെ മാക്സിമം ഗവൺമെന്റ് കൊടുക്കും ഓരോ ക്ലസ്റ്ററിനും. Envisages to generate direct employment nearly to 1 lakh persons in approved clusters. ഇങ്ങനെ അപ്രൂവ് ചെയ്യുന്ന ഓരോ ക്ലസ്റ്ററുകളിലും 1,00,000-അടുത്ത് ജോലി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് 1,00,000-അടുത്ത് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ പ്രധാന എയിം വരുന്നത്. അപ്പോൾ സോളാർ ചർക്ക മിഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. അടുത്തതാണ് PM സ്വാനിധി സ്കീം. അപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്കീമായിരുന്നു ഇത്. അപ്പോൾ ആരെ പറ്റിയാണ് ഈ ഒരു സ്കീമിൽ പറയുന്നത് നോക്കാം. അതിന്റെ ഫുൾ ഫോം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. PM സ്വാനിധി സ്റ്റാൻഡ്സ് ഫോർ പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി, അതാണ് PM സ്വാനിധി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ അതില് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കുറിച്ചിട്ട് ഇപ്പൊ ആ ഒരു എക്സ്പാൻഷനിൽ പറഞ്ഞല്ലോ. സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയോര കച്ചവടക്കാരെ എയിം ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ലോഞ്ച്ഡ് ഇൻ June 2020 ആൻഡ് ഇംപ്ലിമെന്റഡ് ടിൽ March 2022. അതായത് 2020 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ലോഞ്ച് ചെയ്ത ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു സ്ട്രീറ്റ് വെൻഡേഴ്സ് അഫക്റ്റഡ് ഡ്യൂ ടു COVID-19 പാൻഡമിക്. അതായത് COVID-19 ഭാഗമായിട്ട് പല സ്ട്രീറ്റ് വെൻഡേഴ്സിനും അവർക്ക് ആ ഒരു തെരുവോര കച്ചവടം നടത്താനായിട്ട് പറ്റാണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് അവർക്ക് പലതരത്തിലുള്ള വായ്പകൾ കൊടുക്കുക, അവർക്ക് അതിനുശേഷം അവർക്ക് വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ പല ഉദ്ദേശത്തോടു കൂടി COVID-19 പാൻഡമിക് അഫക്റ്റ് ചെയ്ത സ്ട്രീറ്റ് വെൻഡേഴ്സിന് ഓരോ വായ്പകൾ കൊടുക്കുക എന്നുള്ള എയിമിനോട് കൂടിയാണ് PM സ്വാനിധി സ്കീം തുടങ്ങിയത്. വെൻഡേഴ്സ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ആൻ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് അപ് ടു ₹10,000. 10,000 രൂപ വരെ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വെൻഡേഴ്സിന് ഈ ഒരു പദ്ധതി പ്രകാരം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഈ ഒരു പദ്ധതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. PM സ്വാനിധി സ്കീം എക്സ്പാൻഷൻ, പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നുള്ളതാണ്. അടുത്ത പ്രോഗ്രാം നമ്മൾ നോക്കുന്നത് PM ശ്രം യോഗി മാൻധൻ എന്നുള്ളതാണ്. PM ശ്രം യോഗി മാൻധൻ നോക്കാം. ലോഞ്ച്ഡ് ഇൻ 2019 ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് 2019 ഈ ഒരു പദ്ധതി തുടങ്ങി. അപ്പോൾ ശ്രം യോഗി മാൻധൻ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന വർക്കേഴ്സിന് ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. അതായത് ഇപ്പൊ പ്രത്യേകിച്ച് എന്താ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ ഒരു മാസത്തിൽ ഇത്ര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലൊക്കെ വരുന്നത്. ഇപ്പൊ ഹോം ബേസ്ഡ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഈ ഒരു സ്കീം അങ്ങനെയുള്ള വർക്കേഴ്സിന് ബെനിഫിറ്റ് കിട്ടണം. നോക്കാം. സ്കീം സീക്സ് ടു ബെനിഫിറ്റ് വർക്കേഴ്സ് ഫ്രം അൺഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് ദ കൺട്രി whose monthly income is rupees 15,000 per month or less. അതായത് ഒരു മാസം 15,000 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം വരുമാനമുള്ള ആളുകൾക്ക് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ബെനിഫിറ്റ് ചെയ്യാനാണ് ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തത്. ഈച്ച് സബ്സ്ക്രൈബർ ഷാൽ റിസീവ് മിനിമം അഷ്വേർഡ് പെൻഷൻ ഓഫ് rupees 3,000 പെർ മന്ത് ആഫ്റ്റർ അറ്റൈനിങ് ദ ഏജ് ഓഫ് 60 years. അപ്പൊ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു 60 വയസ്സ് കഴിയുമ്പോൾ എന്തായാലും വേറെ ഗവൺമെന്റ് പെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആളുകൾക്ക് 60 വയസ്സിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റണം? ഒരു മാസം 3,000 രൂപ വെച്ച് അഷ്വേർഡ്, അതായത് ഉറപ്പായിട്ടുള്ള പെൻഷൻ റിസീവ് ചെയ്യാനായിട്ട് ഈ ഒരു ശ്രം യോഗി മാൻധനിൽ രജിസ്റ്റർ ചെയ്ത ഓരോ സബ്സ്ക്രൈബറിനും പറ്റും. ഇംപ്ലിമെന്റഡ് ത്രൂ LIC ആൻഡ് കോമൺ കമ്മ്യൂണിറ്റി സർവീസ് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി സർവീസ് സെന്ററും LICയും വഴിയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇതില് പെൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു പെൻഷൻ ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് ചെയ്യുന്നത് LIC ആയിരിക്കും. പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി സർവീസ് സെന്ററും ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അപ്പൊ ഇതാണ് ഈ ഒരു പ്രോഗ്രാം പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ശ്രം യോഗി മാൻധൻ എന്ന് പറയുന്നത്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്ട്രി 2019 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത് വരുന്നതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഉജ്ജ്വല യോജന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുക്കിംഗ് ഗ്യാസ്, നമ്മുടെ LPG സിലിണ്ടർ BPL കാർഡുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ അത് 2 സ്റ്റേജസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇംപ്ലിമെന്റേഷൻ വന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ആ ഒരു മിനിസ്ട്രിയാണ് തുടങ്ങുന്നത്. എന്താണ് ഒബ്ജക്റ്റീവ്? മേക്കിംഗ് ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ സച്ച് as LPG അവൈലബിൾ ടു rural and deprived households which were otherwise using traditional cooking fuels such as firewood, coal, cow dung, cake, etc. അതായത് പല വീട്ടുകാരും ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലേക്കാണ് കൂടുതൽ പ്രിവലന്റ്. വീട്ടുകാർ എന്താണ് ചെയ്യുന്നത്? കുക്കിങ്ങിന് വേണ്ടിയിട്ട് വിറക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രഡീഷണൽ കുക്കിംഗ് മെത്തേഡ്സ് ആണ്. അത് മാറ്റിയിട്ട് അത് അവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് LPG പോലുള്ളതൊന്നും അഫോർഡബിൾ അല്ല. അത് വാങ്ങിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള വീട്ടുകാർക്ക് എന്ത് കൊടുക്കണം? ഒരു ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ കൊടുക്കണം. അതായത് LPG പോലെയുള്ള ക്ലീൻ കുക്കിംഗ് ഫ്യൂവല് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യം വരുന്നത്. സ്കീം പ്രൊവൈഡ്സ് എ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് rupees 1,600 ഫോർ ഈച്ച് LPG കണക്ഷൻ ടു ദ BPL ഹൗസ് അതായത് BPL ഹൗസ് ഹോൾഡ്സിന് LPG കണക്ഷൻ എടുക്കാനായിട്ട് 1,600 രൂപ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ ഒരു സ്കീം വഴി കിട്ടും. Along with a deposit-free LPG connection, Ujjwala 2.0 will provide first refill and a hot plate free of cost to the beneficiaries. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിന്റെ രണ്ടാമത്തെ വേർഷൻ ഉജ്ജ്വല 2.0യുടെ ഭാഗമായിട്ട് ഡെപ്പോസിറ്റ് ഫ്രീ LPG കണക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ ഹോട്ട് പ്ലേറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. അതായത് ഇത് കുക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു ടോപ്പ് കുക്കിംഗ് ടോപ്പ് അവർക്കും എന്ത് ചെയ്യും? അതും ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ ഫസ്റ്റ് റീഫില്ലും ഫ്രീ ആയിട്ട് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹോട്ട് പ്ലേറ്റും ഫസ്റ്റ് റീഫില്ലും ഫ്രീ ആയിട്ട് ഇതിന്റെ ബെനിഫിഷ്യറീസിന് കൊടുക്കാനാണ് ഉജ്ജ്വല 2.0 തീരുമാനിച്ചത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഇതിന് 2 ഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഫേസ് നോക്കാം.
ഫസ്റ്റ് ഫേസ് പറയുന്നത് 2016 മെയ് 1-നാണ് ലോഞ്ച് ചെയ്യുന്നത്. ദ ടാർഗറ്റ് അണ്ടർ ദ സ്കീം വാസ് ടു റിലീസ് 8 crore LPG കണക്ഷൻസ് ടു ദി ഡിപ്രൈവ്ഡ് ഹൗസ് ഹോൾഡ്സ് ബൈ മാർച്ച് 2020. അപ്പൊ ആ ഫേസ് 1ന്റെ ലക്ഷ്യം 2020 മാർച്ച് ആകുമ്പോഴേക്കും 8 കോടി LPG കണക്ഷൻസ് ഈ ഹൗസ് ഹോൾഡ്സിന് അത് ഇട്ടാത്ത ഹൗസ് ഹോൾഡിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതി അവസാനമായപ്പോഴേക്കും 2016 ഇത് തുടങ്ങുന്ന ടൈമിൽ 62% LPG കവറേജ് ഉണ്ടായിരുന്നത് 2021 ഏപ്രിൽ 1 ആയപ്പോഴേക്കും 99.8% ആയിട്ട് ആ ഒരു LPG കവറേജ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഉജ്ജ്വല 2.0 എന്നുള്ള സെക്കൻഡ് ഫേസിൽ പറയുന്നത് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 21-22 provisions for the release of additional 1 crore LPG connections to the eligible households by March 31st, 2022. The target achieved in January 2022. അതായത് പിന്നെ 2021-22 ആയപ്പോഴേക്കും ഈ ഒരു പദ്ധതി പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അടുത്തൊരു വർഷത്തിനുള്ളിൽ എന്ത് കൊടുക്കണം? 1 കോടി LPG കണക്ഷൻസും കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കണം. അപ്പൊ അതായിരുന്നു 2021-22 ബഡ്ജറ്റിൽ വെച്ചിരുന്ന ലക്ഷ്യം. അത് 2022 ജാനുവരി ആയപ്പോഴേക്കും അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. അതായത് മാർച്ച് 31 2022 മുന്നേ ആണ് അവരത് ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് മുന്നേ ജനുവരിയിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്ത് ചെയ്തു ഗവൺമെന്റ്? ഒരു അഡീഷണൽ 60 ലക്ഷം LPG കണക്ഷനും കൂടി പിന്നെയും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഡിസൈഡഡ് ടു റിലീസ് അഡീഷണൽ 60 lakh LPG connections under Ujjwala 2.0, achieved the target of releasing 1.6 crore LPG connections under Ujjwala 2.0 on 31st December 2022. അപ്പോൾ പിന്നെ 60 ലക്ഷം കൂടി കൊടുത്ത് ടോട്ടല് 1.6 crore LPG കണക്ഷൻസ് 2022 ഡിസംബർ 31 ആകുമ്പോഴേക്കും റിലീസ് ചെയ്യാനായിട്ടാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. അപ്പൊ ഇതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു പദ്ധതിയുടെ സ്റ്റാറ്റസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേർക്ക് LPG കണക്ഷൻസ് കിട്ടി. പക്ഷെ അവര് മാക്സിമം വർഷത്തിൽ ഒരു തവണയൊക്കെയാണ് ഇവർ റീഫിൽ ചെയ്യുന്നതൊക്കെ. അതായത് ഇത് കണക്ഷൻ കിട്ടിയിട്ടും അത് വേണ്ട വിധത്തിൽ അതിന്റെ ഉപയോഗം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന പല ന്യൂസിലും റിപ്പോർട്ടിലൊക്കെ കാണുന്നത്. അപ്പൊ അത് എഫിഷ്യന്റ് ആയിട്ട് അതിന്റെ യൂസേജ് നടക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതിനെ ഇനി എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഗവൺമെന്റ് ഇപ്പോ ചിന്തിക്കുന്ന കാര്യം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാംസിനെയും കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.